ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് ഒരു ഓറഞ്ച് കേക്കാണ് കേട്ടോ. നമ്മൾ മറ്റു ഫ്ലേവറൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നല്ല ഫ്രഷ് ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കാം. അതിന് വേണ്ടി നമ്മൾ 1 കപ്പ് മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളു ഉപ്പ്, ഇത്രയിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, ഒത്തിരി വേണ്ട, 1/2 ടീസ്പൂൺ നല്ല പാകമായിരിക്കും. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായി പൊടിച്ച് വെക്കണം. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ പൾപ്പ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓറഞ്ച് സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. മിക്സിയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് ജ്യൂസാണ്. പിന്നെ 3 മുട്ട നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മളിതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളിതുപോലെ 2 കൈ വെച്ച് നന്നായിട്ട് തന്നെ തൈര് കടയുന്ന പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ എഗ് വൈറ്റ് പെട്ടെന്ന് തന്നെ നല്ല പതഞ്ഞ് പൊന്തി വരും കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ ആക്കിയപ്പോൾ നമ്മൾ എഗ് വൈറ്റും ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടി ആക്കിയപ്പോൾ നല്ല പഞ്ഞി പോലെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നിയാൽ വിസ്ക് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ കേക്ക് ആണെങ്കിലും വാനില എസൻസ് ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, മസ്റ്റായിട്ടും ചേർക്കണം. ഇനി നമുക്ക് എഗ് യോക്ക് ഒന്ന് ചെറുതായി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത്. സൺഫ്ലവർ ഓയിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒലിവ് ഓയിലോ സൺഫ്ലവറോ ചേർക്കാം കേട്ടോ. 2-3 തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി കുത്തി ഇളക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറേശ്ശെയായി ചേർത്ത് പതിയെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കി പൊടി കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി 1/2 ടീസ്പൂൺ, പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുരുവും തൊലിയൊക്കെ കളഞ്ഞത്, അതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ബേക്കിംഗ് ട്രേ ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ ബേക്കിംഗ് ട്രേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസൊക്കെ കളയാൻ കേട്ടോ. നമ്മളൊരു അലുമിനിയത്തിൻ്റെ ഉരുളിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായി ബേക്കായി വന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറുതായി ഒന്ന് കുത്തി കൊടുത്തു നോക്കി. അപ്പോൾ നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്, ഒരു 1/4 കപ്പ് വെള്ളം, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് 2 മിനിറ്റൊക്കെ തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഡീമോൾഡ് ചെയ്യാം കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക്. നല്ല അടിപൊളിയായി. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും എടുത്ത് നമുക്ക് കേക്കിൽ ഇതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് സിറപ്പും കൂടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്പൂണോ കുറച്ച് വലിയ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നിച്ചൊഴിക്കരുത്, പതിയെ ഒഴിച്ചു കൊടുക്കണം. കേക്കിൻ്റെ എല്ലാ ഭാഗവും നനഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ
അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതേ ഓറഞ്ച് സിറപ്പിൽ നല്ല കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എന്നെ പോലെയുള്ള ഓറഞ്ച് ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഓറഞ്ചിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്